ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് കുബൂസിൻ്റെ കൂടെ കഴിക്കുന്ന ഹമ്മൂസാണ്. അതിന് കുറച്ച് വെള്ളക്കടല ഞാൻ 4 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അത് ഞാൻ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. കുക്കറിലിട്ട് കടല നന്നായി വേവിച്ചെടുക്കണം. ഹമ്മൂസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുക വെള്ളക്കടലയാണ്. അത് ഒരു 4-5 മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ച് നന്നായി കുതിർത്ത് എടുത്തതായിരിക്കണം. ഞാൻ ഒരു പിടി കടലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഉപ്പുമിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് വേവിച്ചെടുത്ത കടലയാണ്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് തഹീനി പേസ്റ്റ്, കുറച്ച് യോഗേർട്ട്, കുറച്ച് ഒലിവ് ഓയിൽ, ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത്. നമ്മൾ കടല ഉപ്പിട്ട് വേവിച്ചെടുത്തത് കൊണ്ട് ഉപ്പ് ഇടണമെന്നില്ല. ഇനി ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇത് വളരെ എളുപ്പമാണ് വീട്ടിലുണ്ടാക്കാൻ. നമ്മൾ സാധാരണ ടിന്നിലുള്ളതൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ്. അതിനേക്കാളും ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ. കടല നന്നായി വേവിച്ചെടുക്കണം. ഒരു മിക്സി ജാറിലേക്ക് കടല ഇട്ട് കൊടുക്കുക. അതിലേക്ക് തഹീനി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തഹീനി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഞാൻ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടാണ് ഒന്ന് അരച്ചെടുത്തത്. അതിനുശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ തഹീനി പേസ്റ്റ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക, അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച്. 2 ടേബിൾ സ്പൂൺ യോഗേർട്ടും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം. ഇത് അരയ്ക്കുമ്പോൾ അതിൽ കടല വേവിച്ചിട്ടുള്ള വെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാൻ ശ്രമിക്കുക. സാദാ വെള്ളം ചേർക്കാതെ കടല വേവിച്ച വെള്ളം തന്നെ ചേർക്കുന്നതായിരിക്കും ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് വെള്ളം ചേർക്കുകയും ചെയ്യരുത്. ഇത് അരഞ്ഞു കിട്ടാനുള്ള വെള്ളം മാത്രം അതിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായി അരഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഹമ്മൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ. ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നമുക്ക് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇത് കുബൂസിലൊക്കെ ചേർത്ത് സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കാൻ നേരത്ത് കുറച്ചുകൂടെ ഒലിവ് ഓയിൽ ഒഴിച്ച് എടുക്കുക. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.